വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGPയുടെ BCom തേർഡ് സെമ്മിലെ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് റെഗുലേഷൻ എന്നുള്ള ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു ചെറിയ ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ്. സോ കോൺട്രാക്റ്റിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് വാലിഡിറ്റി, ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ്. കോൺട്രാക്റ്റിനെ മൂന്നായിട്ടാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. on the basis of validity, on the basis of formation and on the basis of performance. ഇനി ഇതിൽ മൂന്നെണ്ണത്തിന് നമുക്കൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് വാലിഡിറ്റി ആണ്. വാലിഡിറ്റീൻ്റെ അണ്ടറിൽ പിന്നെയും കോൺട്രാക്റ്റിനെ നമ്മൾ 6 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വാലിഡ് കോൺട്രാക്റ്റ്, വോയിഡ് കോൺട്രാക്റ്റ്, വോയിഡ് അഗ്രിമെൻറ്റ്, വോയിഡബിൾ കോൺട്രാക്റ്റ്, അൺഎൻഫോഴ്സബിൾ കോൺട്രാക്റ്റ് ആൻഡ് ഇല്ലീഗൽ കോൺട്രാക്റ്റ്. ഓൺ ദ ബേസിസ് ഓഫ് വാലിഡിറ്റിയിൽ കോൺട്രാക്റ്റിനെ 6 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണാണ് വാലിഡ് കോൺട്രാക്റ്റ്, വോയിഡ് കോൺട്രാക്റ്റ്, വോയിഡ് എഗ്രിമെൻറ്റ്, വോയിഡബിൾ കോൺട്രാക്റ്റ്, അൺഎൻഫോഴ്സബിൾ കോൺട്രാക്റ്റ് ആൻഡ് ലാസ്റ്റ് ഇല്ലീഗൽ കോൺട്രാക്റ്റ്. ഇനി ഈ ഓരോ കോൺട്രാക്റ്റും എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് വാലിഡ് കോൺട്രാക്റ്റ്. അതായത് വാലിഡിറ്റീൻ്റെ ബേസിസിൽ കോൺട്രാക്റ്റുകളെ 6 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ 6 ഒന്നാമത്തതാണ് വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എന്താ വാലിഡ് കോൺട്രാക്റ്റ് നമുക്ക് നോക്കാം. ഈ കോൺട്രാക്റ്റ് ദാറ്റ് സാറ്റിസ്ഫൈ ഓൾ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിൻ്റെ എല്ലാ എലമെൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിനെ നമുക്ക് വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൻ്റെ എലമെൻറ്റ്സ് എന്താണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കോൺട്രാക്റ്റിന് ഓഫർ, അക്സെപ്റ്റൻസ്, ലോഫുൾ ഒബ്ജക്റ്റീവ് ഇത് അവിടെ ഉണ്ട്. ഒരു കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഓഫർ, അക്സെപ്റ്റൻസ്, ലീഗൽ കപ്പാസിറ്റി, ലോഫുൾ കൺസിഡറേഷൻ, ഫ്രീ കൺസെൻറ്റ്, ലോഫുൾ ഒബ്ജക്റ്റ്, ഇങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഈ എലമെൻറ്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെ നമുക്ക് വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയാം. ഈ വാലിഡ് കോൺട്രാക്റ്റ് ലീഗലി എൻഫോഴ്സിബിൾ ബൈ ലോ ആണ്. ഓക്കെ, അപ്പോൾ ഒരു കോൺട്രാക്റ്റിൻ്റെ എല്ലാ എലമെൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന കോൺട്രാക്റ്റ് നമുക്ക് വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയാം. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A agrees to sell a car to B for 5 lakh and B accept the offer. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഓഫർ ഉണ്ട്. എ ഒരു ഓഫർ മുന്നോട്ട് വെച്ചു, ബി അത് അക്സെപ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ട്, അതായത് ഒരു എമൗണ്ട് പേ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ടായതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഒരു വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയാം. ഈ വാലിഡ് കോൺട്രാക്റ്റ് ലീഗലി എൻഫോഴ്സിബിൾ ആണ്. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് വാലിഡിറ്റിയിൽ ഫസ്റ്റ് വൺ വാലിഡ് കോൺട്രാക്റ്റ്, ഇനി സെക്കൻഡ് വൺ വോയിഡ് കോൺട്രാക്റ്റ്. ഈ കോൺട്രാക്ട് ദാറ്റ് വാസ് വാലിഡ് വെൻ മെയ്ഡ് ബട്ട് ലേറ്റർ ബിക്കം അൺഎൻഫോഴ്സിബിൾ ഡ്യൂ ടു റീസൺസ് സച്ച് ആസ് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഓർ ചേഞ്ച് ഇൻ ലോ. അത് ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് വാലിഡ് ആയിട്ടുള്ളതും എന്നാൽ ലോയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് കൊണ്ടോ നമുക്ക് പിന്നീട് അത് എന്തായി മാറുകയാണ്, വോയിഡ് കോൺട്രാക്റ്റായി മാറുകയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ കോൺട്രാക്ട് ടു എക്സ്പോർട്ട് ഗുഡ്സ് ടു അനദർ കൺട്രി ബട്ട് ദി ഗവൺമെൻറ് ലേറ്റർ ബാൻസ് ദ എക്സ്പോർട്ട്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ നമ്മൾ എന്ത് ചെയ്തു, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. പിന്നീട് അത് ഏർപ്പെടുന്ന സമയത്ത്, അതായത് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആവുകയും പിന്നീട് എന്തെങ്കിലും യുദ്ധങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് നമുക്ക് അങ്ങോട്ട് പരസ്പരം ട്രേഡ് നടത്താൻ സംഭവിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് വാലിഡ് ആയിട്ടുള്ളതും പിന്നീട് ലോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടോ വോയിഡായി മാറുന്നതുമായിട്ടുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് വാലിഡ് കോൺട്രാക്റ്റ്, സെക്കൻഡ് പറഞ്ഞത് വോയിഡ് കോൺട്രാക്റ്റ്. ഈ മൂന്നാമത്തതാണ് വോയിഡ് എഗ്രിമെൻറ്റ് ഓർ വോയിഡ് അബ് ഇനീഷ്യോ. വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞാൽ വോയിഡ് അറ്റ് ദ ബിഗിനിങ്, അതായത് തുടക്കം തന്നെ നമുക്കിത് മനസ്സിലാവാം വോയിഡ് ആണെന്ന്. അപ്പോൾ സ്റ്റാർട്ടിങ് ദ വെരി ബിഗിനിങ്ങിൽ തന്നെ വോയിഡ് ആയിട്ടുള്ള എഗ്രിമെൻറ്റിനെയാണ് വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ആൻ എഗ്രിമെൻറ്റ് ദാറ്റ് ഈസ് ഇൻവാലിഡ് ഫ്രം ദി വെരി ബിഗിനിങ് ആൻഡ് ഹാസ് നോ ലീഗൽ എഫക്റ്റ്. ഇങ്ങനെയുള്ള വോയിഡ് എഗ്രിമെൻറ്റിന് നോ ലീഗൽ എഫക്റ്റ്, അതായത് ലോയിൻ്റെ മുന്നിൽ എൻഫോഴ്സിബിലിറ്റി ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ വാലിഡ് ആയിട്ടുള്ളതും എന്നാൽ പിന്നീട് നമ്മുടെ ചില സാഹചര്യങ്ങൾ കൊണ്ട് വോയിഡായി പോയതുമായ കോൺട്രാക്റ്റാണ് വോയിഡ് കോൺട്രാക്റ്റ്. പക്ഷേ വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അറ്റ് ദ ബിഗിനിങ് തന്നെ ഇതെന്താണ്, വോയിഡാണ്. ഓക്കെ,
ആൻ എഗ്രിമെൻറ്റ് കമ്മിറ്റ് എ ക്രൈം, അതായത് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാൻ എന്തെങ്കിലും എഗ്രിമെൻറ്റ് നടത്തുകയോ അതോ അല്ലെങ്കിൽ മൈനർ ചൈൽഡുമായിട്ട് നമ്മൾ എന്തെങ്കിലും എഗ്രിമെൻറ്റ് നടത്തുക ചെയ്താൽ നമുക്ക് ഓൾറെഡി അറിയാം 18 വയസ്സ് തികയാത്ത ഒരാളുമായിട്ട് നമുക്ക് ഒരിക്കലും ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരാളുമായിട്ട് എൻ്റർ ചെയ്താൽ അത് അറ്റ് ദ ബിഗിനിങ്, അതിൻ്റെ തുടക്കം തന്നെ അത് എന്താണ്, ഒരു വോയിഡായിട്ടുള്ള എഗ്രിമെൻ്റാണ്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കോൺട്രാക്റ്റ്. നാലാമത്തത് വോയിഡബിൾ കോൺട്രാക്റ്റ്. A contract that is enforceable by law at the option of one party but not the other. It arises when consent is obtained by coercion, undue influence, fraud or misrepresentation. വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കോൺട്രാക്റ്റാണ്, എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അതിലൊരു വ്യക്തി അയാളുടെ സ്വമേധയ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാതെ ആയിരിക്കും ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അങ്ങനെയുള്ള കോൺട്രാക്റ്റ് പിന്നീട് കണ്ടെത്തിയാൽ അത് വോയിഡബിൾ കോൺട്രാക്റ്റായി മാറും. എല്ലാ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, പക്ഷേ ഒരു വ്യക്തി അതിനകത്ത് എൻ്റർ ചെയ്യണത് സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കില്ല. കൊയേഷനോ അൺഡ്യൂ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ ഫ്രോഡോ മിസ്റെപ്രസെൻറ്റേഷനോ, അതായത് ഭീഷണിപ്പെടുത്തിയോ പേടിപ്പിച്ചോ അങ്ങനെ മനസ്സ് മാറ്റി ബ്രെയിൻ വാഷൊക്കെ ചെയ്തിട്ടാണ് ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ കൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ പറയുന്ന പേരാണ് വോയിഡബിൾ കോൺട്രാക്റ്റ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എ ഫോഴ്സസ് ബി ടു സൈൻ എ കോൺട്രാക്ട് ബൈ ത്രെട്ടണിങ് ഹിം, അതായത് മറ്റൊരാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടിപ്പിക്കുക. നമ്മൾ പണ്ട് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, സ്ഥലത്തിൻ്റെ സ്വത്തിൻ്റെയൊക്കെ പേരിലെ മക്കൾ ഭീഷണിപ്പെടുത്തി സൈൻ ചെയ്യിപ്പിക്കുക. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളാണ് വോയിഡബിൾ കോൺട്രാക്റ്റ്. അതായത് ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ നമ്മൾ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്നാണ് പറയുക. ഇനി ഇല്ലീഗൽ കോൺട്രാക്റ്റിലെ പേരിൽ തന്നെ ഉണ്ടല്ലേ. അതായത് ഒരു എക്സാമ്പിൾ നോക്കുക, കോൺട്രാക്ട് ഫോർ ഡ്രഗ് ട്രാഫിക്, അല്ലെങ്കിൽ ഡ്രഗോ അല്ലെങ്കിൽ ലഹരി മാഫിയ അവരുമായിട്ട് ഏർപ്പെടുന്ന കോൺട്രാക്റ്റുകൾ, അങ്ങനെയുള്ള അതായത് ഇല്ലീഗലാണെന്ന് അറിയുന്ന കാര്യങ്ങൾ, അതായത് ഇല്ലീഗൽ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്ന കോൺട്രാക്റ്റാണ് ഇല്ലീഗൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ വോയിഡ് കോൺട്രാക്റ്റാണ്. അതുമാത്രമല്ല ലോയിൻ്റെ എൻഫോഴ്സിബിലിറ്റി ഉണ്ടായിരിക്കില്ല. ലോ തെറ്റാണെന്ന് പറയുന്ന ഇല്ലീഗലാണെന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ പോയിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ ഇല്ലീഗൽ കോൺട്രാക്റ്റായിട്ട് കാണുകയും ചെയ്യും, ലോയുടെ എൻഫോഴ്സിബിലിറ്റി ഉണ്ടാവുകയില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്. A contract that is otherwise valid but cannot be enforced due to a technical defect such as lack of required stamp duty, registration or return form. അതായത് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ എലമെൻസും ഉള്ള ഒരു കോൺട്രാക്റ്റ് തന്നെയാണ്, പക്ഷേ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ വഴുകി പോയതുകൊണ്ടോ അല്ലെങ്കിൽ സ്റ്റാമ്പിൻ്റെ എന്തെങ്കിലും ലാക്ക് ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതായത് ഒരു ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ട്, ബാക്കി എല്ലാ എലമെൻസും ഉണ്ട്, പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് ഈ കോൺട്രാക്റ്റ് വാലിഡ് കോൺട്രാക്റ്റ് ആണ്, പക്ഷെ എന്താവില്ല, എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് നമുക്ക് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ പ്രോപ്പർട്ടി സെയിൽ എഗ്രിമെൻറ്റ് ദാറ്റ് റിക്വയേഴ്സ് രജിസ്ട്രേഷൻ ബട്ട് ഇറ്റ് ഈസ് നോട്ട് രജിസ്റ്റേർഡ്. അതായത് സെയിൽ ചെയ്യാനുള്ള എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാക്കി, പക്ഷേ അതിൻ്റെ രജിസ്ട്രേഷനൊന്നും നമ്മൾ ഫുള്ളാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. ചെറിയ കാരണങ്ങൾ കൊണ്ടാണ്, അതായത് ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും റീസൺസ്, അങ്ങനെയുള്ള റീസൺസ് കൊണ്ടാണ് നമുക്കത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്തത്. സോ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് വാലിഡിറ്റിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് വാലിഡിറ്റിയിൽ 6 കോൺട്രാക്റ്റുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വാലിഡ് കോൺട്രാക്ട്. വാലിഡ് കോൺട്രാക്ട് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൻ്റെ എല്ലാ എലമെൻറ്റ്സും ഉണ്ടെങ്കിൽ അത് വാലിഡാണ്. സെക്കൻഡ് വൺ വോയിഡ് കോൺട്രാക്ട്. വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ അറ്റ് ദ ബിഗിനിങ് അതെന്താണ്, വാലിഡാണ്. പിന്നെ എന്തെങ്കിലും ലോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നതുകൊണ്ട് അതെന്തായി പോവുകയാണ്, വോയിഡായി പോവുകയാണ്. മൂന്നാമത്തത് വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ വോയിഡ് അബിനിഷ്യോ, അതായത് തുടക്കത്തിൽ തന്നെ എന്താണത്, വാലിഡല്ല, ഇൻവാലിഡാണ്, വോയിഡാണ്. കാരണം എന്താ, എക്സാമ്പിൾ ഒരു കോൺട്രാക്റ്റ് മൈനർ ചൈൽഡായിട്ടൊരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുക, തുടക്കത്തിൽ എന്താണ്, വോയിഡാണ്. അതിനെയാണ് വോയിഡ് അബിനിഷ്യോ അല്ലെങ്കിൽ വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. 4 വോയിഡബിൾ കോൺട്രാക്ട്. വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അതെല്ലാ എലമെൻസിലും ഒരു കോൺട്രാക്റ്റ് ആണ്, പക്ഷേ അതിലൊരു വ്യക്തി എന്ത് ചെയ്യാണ്, മറ്റൊരാളെ കൊയേഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വഴിയാണ് ആ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യണതെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇല്ലീഗൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇല്ലീഗൽ കാര്യങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുന്ന കോൺട്രാക്റ്റുകൾ എന്താണ്, ഇല്ലീഗൽ കോൺട്രാക്റ്റ് ആണ്. ലോയുടെ എൻഫോഴ്സിബിലിറ്റി ഉണ്ടായിരിക്കുകയും ഇല്ല.
പിന്നെ ലാസ്റ്റ് വണ്ണാണ് അൺഎൻഫോഴ്സബിൾ കോൺട്രാക്റ്റ്. അൺഎൻഫോഴ്സബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ അതൊരു കോൺട്രാക്റ്റ് ആണ്, പക്ഷേ ചില ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് അൺഎൻഫോഴ്സബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് കോൺട്രാക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് വാലിഡിറ്റി ആണ് കേട്ടോ. 6 കോൺട്രാക്റ്റ്: വാലിഡ്, void agreement, voidable contract, unenforceable contract and illegal contract. സോ ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്.